എനിക്ക് തോന്നുന്നത് അങ്ങ് ഒരുപാട് ഇലക്ഷനിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള ആളാണ്. ഈ കാലാവസ്ഥ നോക്കുമ്പോൾ ഇത്തവണത്തെ ചൂട് കുറച്ച് കടുപ്പോ, നിങ്ങൾക്കൊക്കെ നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, ചൂടുണ്ട്, അതറിയാം. ചൂടുണ്ട് എന്നതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും നല്ല ചൂടുണ്ട്. കാരണം ഇവിടെ അനുഭവിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ യുദ്ധത്തിൻ്റെ ഭീഷണി നിൽക്കുകയാണ്. ആ യുദ്ധത്തിൻ്റെ ഭീഷണിക്കിടയിൽ തന്നെ ഇവിടെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം, ഈ രാജ്യം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ടതുപോലെ ഇപ്പോൾ ഇടപെട്ടിരുന്നില്ല എന്നുള്ള ഒരു നിലപാടും ജനങ്ങൾക്കുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ത് വിഷയം വരുമ്പോഴും അന്ന് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി ആ കാലഘട്ടത്തിൽ ഇന്ത്യ എടുത്തൊരു വലിയ നിലപാടുണ്ട്. അതിനനുസൃതമായൊരു ഉയർച്ച ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇതിന് അത്തരത്തിലുള്ളൊരു ഇടപെടൽ. അന്ന് നിങ്ങൾക്കറിയാം, അന്ന് ഗമാൽ അബ്ദുൽ നാസറും അതുപോലെ യുഗോസ്ലോവിയ ടിറ്റോയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് നെഹ്റു ആ ത്രിമൂർത്തികൾ അന്ന് ലോകത്തിലെ ശാക്തിക രാഷ്ട്രങ്ങളായി നിന്നിരുന്ന റഷ്യയുടെയും അമേരിക്കയുടെയും അച്ചുതണ്ടുകൾക്കിടയിൽ അവർ നിന്നുകൊണ്ടൊരു വലിയ വർക്ക് ചെയ്തൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഇന്ന് തിരിച്ചു വരുന്നില്ല എന്നൊരു വല്ലായ്മ ഈ ചരിത്രം അറിയുന്നവരുടെ മുമ്പിലുണ്ട്. മഠത്തിൽ ലഭിയുണ്ട്. അന്നത്തെക്കാളും പ്രബലനായ നേതാവാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ പോലുള്ള ലോകത്തിൽ പരാതി മനസ്സിലായോ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇടപെടുകയാണെങ്കിൽ ഈ വിഷയമൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നു. അദ്ദേഹം ഇടപെടുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇവർ BJP വരാതിരിക്കാൻ വേണ്ടി ഇപ്പം മഞ്ചേശ്വരത്തേക്ക് നോക്കൂ. മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥിയെ പോലും പിൻവലിപ്പിച്ചിരിക്കുന്നു. ആര്? മുസ്ലിം ലീഗിന് പേടി വന്നിരിക്കുന്നു. കാരണം അവിടുത്തെ അവരുടെ അഷ്റഫ് തോൽക്കുമെന്നുള്ള ഭയം കൊണ്ട് സുരേന്ദ്രനെതിരെ SDP മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പോലും പിൻവലിക്കാൻ വേണ്ടിയുള്ള ആ സ്ഥാനാർത്ഥി പോലും ഇന്ന് ചാനലിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് അവരുടെ പാർട്ടിയുമായിട്ട് UDF ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അവിടെ SDP അവരെ സ്ഥാനാർത്ഥി പിൻവലിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ PDP LDF പിന്തുണയ്ക്കുന്ന PDP LDF എല്ലാ മണ്ഡലങ്ങളിലും അവിടെ പിന്തുണയ്ക്കുമ്പോൾ അവിടെ മാത്രം മഞ്ചേശ്വരത്ത് മാത്രം PDP UDF പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചോ? അല്ല, അത് അവരുടെ പാർട്ടിയോടാണ് ചോദിക്കേണ്ടത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അത്തരം ആളുകളുമായി മുന്നണി ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ ഇന്ത്യയുടെ മതേതര മുന്നേറ്റത്തിന് അനിവാര്യമാണ്. അവിടെ തന്നെ ഉണ്ടോ? ഞങ്ങൾ നിർത്തിയവരുണ്ട്. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി മാറിയിട്ടില്ല, ഒരിക്കലും മാറിയിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ള കക്ഷികൾ എടുക്കുന്നതിന് ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്. നമ്മുടെ വൈദ്യുള്ള എവിടെയുണ്ടോ? വന്നിട്ടില്ലേ? ഓക്കെ. കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ 10 വർഷം ഭരിച്ചുള്ള CPM സർക്കാർ ഒരു ആശാ വർക്കർമാർക്ക് ഒരു 100 രൂപ പോലും കൂട്ടാൻ പോലും സാധിച്ചില്ല. അതിനുവേണ്ടി ജയിൽ പുള്ളിയിൽ കൂടുതൽ ആളുകൾ CPM-കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകൾക്ക് ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പറയുന്നേട്ട് അവർ ജയിലിൽ പോകാൻ വേണ്ടിയാണ് ഇത് കൂട്ടിയത്. പിന്നെ ഇവിടെ യുവാക്കളെ കുറിച്ച് പറഞ്ഞു അബ്ദുറഹ്മാൻ താണി. ഒരുപാട് യുവാക്കളുണ്ട്. ഇവര് UDF എത്ര കാലം കേരളം ഭരിച്ചു, മലപ്പുറത്ത് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ എന്ത് തൊഴിലും ഭരിക്കാൻ പോകാന്ന് അവർ പറഞ്ഞു. അല്ല ഭരിക്കാൻ പോകുന്നു. അല്ല, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും മുഴുവൻ MLA-മാരുടെ ഭൂരിഭാഗവും UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തൊഴിൽശാലകളാണ് മലപ്പുറത്ത് ഇവർ കൊണ്ടുവന്നത്? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടുത്തെ ആളുകൾ വിദേശത്തും മറ്റും പോയി ജോലി ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ സമ്പാദിക്കുന്ന പണം ഇവിടെ ചെലവഴിക്കുന്നു മാത്രം. മനോജ്, ഞാൻ BJP ജില്ലാ സെക്രട്ടറി. ഇവിടെ അവര് പറഞ്ഞു ഒരു ഇടപെടലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അന്ന് യുദ്ധം നടന്ന ടൈമില് ഇന്ത്യ ഇടപെട്ടിട്ടല്ലേ അവിടുന്ന് ആളുകളെ കംപ്ലീറ്റ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ എന്താണ് അവര് പ്രതീക്ഷ പോലെ ഇടപെടൽ ഉണ്ടായില്ല. എന്റെ വേറെ ചോദ്യം എന്താ വെച്ചാല്, ഈ 10 വർഷത്തിന് മുന്നേ ഭരിച്ചിരുന്ന UDF അല്ലേ, എന്ത് നേട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? നിങ്ങൾ ഒന്ന് പറഞ്ഞു, എന്ത് നേട്ടമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്ന് പറഞ്ഞു. അല്ല, ഒരു കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത ജനസാന്ദ്രത കൂടിയ ഒരു ജില്ലയാണ്. ഈ ജില്ലക്കകത്ത് ഒരുപാട് പുകതുപ്പുന്ന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം ആവശ്യം. അതേസമയത്ത് ഈ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ രീതിയിൽ ഒരു യുവതയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്താദ്യമായി IT സാക്ഷരത നടപ്പാക്കിയ ജില്ല ഇവിടെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയാണ് IT സാക്ഷരത നടപ്പാക്കിയത്. ആ IT സാക്ഷരത സംശയമുണ്ടോ? ഇല്ല. അക്ഷയ സെന്റർ കൊണ്ടുവന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയാക്കുന്ന സമയത്ത് അതിലൊന്നും ഞങ്ങൾ തർക്കമില്ല. അല്ല, ഉള്ളതുപോലെ പറയണം. BJP-യെ സംബന്ധിച്ച് BJP-യുടെ കേന്ദ്ര സർക്കാർ ഒട്ടനവധി നേട്ടങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നാഷണൽ ഹൈവേ അതിന്റെ ഫുൾ ക്രെഡിറ്റ് മരുമകനും മുഖ്യമന്ത്രിയും എടുക്കാൻ വേണ്ടി പോകുക. ഞങ്ങളാണ് ഹൈവേ ഉണ്ടാക്കിയത്. കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ട് ഇതാ ഹൈവേന്റെ പണി സർക്കാരിന്റെ പൈസ ഉണ്ട് അതിനകത്ത്. അത് എവിടെ? അത് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് പൈസ മാത്രമേ അവർ കൊടുത്തുള്ളൂ. ബാക്കിയുള്ള 65,000 മലപ്പുറത്തുള്ള ഗെയിൽ പദ്ധതി പോകുമ്പോൾ ഇവിടുത്തെ ഈ മുസ്ലിം ലീഗുകാർ അടക്കം അതിന് എതിരായിരുന്നു. അവിടെ സമരങ്ങളായിരുന്നു.
ഗെയിൽ പദ്ധതി പോകുമ്പോൾ അത് ഭയങ്കര വിഷയമുണ്ടാവും. പക്ഷേ ആ ഗെയിൽ പദ്ധതി നടപ്പിലാക്കി അങ്ങനെ കേന്ദ്ര സർക്കാർ ഒട്ടനവധി നേട്ടങ്ങൾ ഇത് പട്ടിക തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കേരളത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ ലഭിച്ചു. നമ്മുടെ ഇവിടുത്തെ മുൻ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി സ്വന്തം ബോർഡ് വെച്ചിട്ട് ഇവിടെ പോസ്റ്റർ അടിച്ചിട്ടായിരുന്നു 365 കോടി രൂപ കേന്ദ്ര സർക്കാർ ഒന്നും അനുവദിച്ച് കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഇഷ്ടം പോലെ 10, 50, 500, 10, 200 ബോർഡുകൾ ഈ മുനിസിപ്പാലിറ്റിയിൽ എല്ലാ ഭാഗത്തും വെച്ചിരുന്നു. 365 കോടി രൂപ, 500 കോടി രൂപയാണ് അമൃത് പദ്ധതിക്ക് വേണ്ടി ഈ മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചാൽ 305 കോടി ചെലവഴിച്ചു അദ്ദേഹം പറഞ്ഞു. എൻ്റെ പേര് സുന്ദരൻ, BJPയുടെ മേഖലാ സെക്രട്ടറിയാണ്. വില്ലോടി സുന്ദരൻ എന്നാണ് പേര്. ഈ മലപ്പുറം ലീഗാണ് എപ്പോഴും ഭരിക്കുന്നത്. ഈ മലപ്പുറത്ത് ഉപേദുള്ള സാർ വന്നിട്ടുണ്ട്. ഏതായാലും ഈ മലപ്പുറം ജില്ല ഉണ്ടായിട്ട് എത്ര കാലമായി? ഇന്ന് ഒരു ഹോസ്പിറ്റൽ പോലും നല്ലൊരു ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ ഇതുവരെ LDFനും UDFനും സാധിച്ചിട്ടില്ല. ഉണ്ടായിരുന്ന കേന്ദ്രം കൊടുത്ത ഫണ്ട് 5 കൊല്ലമായപ്പോൾ ആ ബിൽഡിങ് പൊളിച്ച് താഴ്ത്തിട്ടു. ഇന്നും അതിൻ്റെ പേപ്പർ എവിടെയാ കിടക്കുന്നതെന്നുള്ളത് ആർക്കും അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.